നിങ്ങളുടെ ഫോണിലെ ഡേറ്റയും ബാറ്ററി ചാർജും സേവ് ചെയ്യാൻ വേണ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിംഗാണിത്. ഇതിനു വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്ങിലെ ആപ്സ് എവിടെയാണെന്നോ ആ സെറ്റിങ് തുറക്കുക. ആപ്സ് കാണുന്ന സ്ഥലത്ത് അവിടെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഏതൊക്കെ ആപ്പാണ് എപ്പോഴും യൂസ് ഇല്ലാത്തത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ കാൻഡി ക്രഷ്, ഇതൊരു ഗെയിമിംഗ് ആപ്പാണ്. ഞാനിത് പ്ലേ ചെയ്യുന്ന സമയത്ത് മാത്രമേ എനിക്കിതിൻ്റെ ആവശ്യമുള്ളൂ. പക്ഷേ ഈ കാൻഡി ക്രഷ് സാഗ എന്ന് പറയുന്ന ഇപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓണാണ്. ഇത് എല്ലാ സമയത്തും ഇതിൻ്റെ വെബ്സൈറ്റുമായിട്ടോ അല്ലെങ്കിൽ ഈ സൈറ്റുമായിട്ടോ ബന്ധപ്പെട്ട് നമ്മുടെ ഡേറ്റയും പവറും എടുക്കും, നോട്ടിഫിക്കേഷൻ ഇടയ്ക്കിടയ്ക്ക് അയക്കാൻ വേണ്ടി. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ നമുക്ക് ഓഫ് ചെയ്യാം. അലോ നോട്ടിഫിക്കേഷൻ ഞാൻ ഓഫ് ചെയ്തു. അപ്പോൾ ആ വഴിയിൽ നമ്മൾ യൂസ് ആവാത്ത ഒരു സമയത്തും നമുക്ക് നോട്ടിഫിക്കേഷൻ ഈ ഗെയിമിംഗ് ആപ്പ് അയക്കുകയില്ല. അതുപോലെ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് മൊബൈൽ ഡേറ്റ. മൊബൈൽ ഡേറ്റ ഇവിടെ ശ്രദ്ധിച്ചറിയാം, അലോ ബാക്ക്ഗ്രൗണ്ട് ഡേറ്റ യൂസേജ്. ഇത് എപ്പോഴും നമ്മൾ ഉപയോഗിക്കാത്ത സമയത്തും എല്ലാം നമ്മുടെ ഡേറ്റ യൂസ് ചെയ്യാനുള്ള പെർമിഷനാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അത് നമുക്ക് ഈ തരത്തിലുള്ള ആപ്പിന് കൊടുക്കേണ്ട ആവശ്യം, കാരണം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാത്ത ഇമ്പോർട്ടൻ്റ് ആപ്പ് അല്ലാത്ത ഇത് നമ്മളുടെ ബാറ്ററിയും പവറും ഡേറ്റയും എപ്പോഴും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അത് ഓഫ് ചെയ്തതോടുകൂടി നമ്മൾ ഇനി അപ്പോൾ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഡേറ്റ ഈ ആപ്പ് ഉപയോഗിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഗെയിമിംഗ് ആപ്പ് അധികം ഉപയോഗിക്കാത്തതുകൊണ്ടാണ് ഞാൻ നോട്ടിഫിക്കേഷനും അതും എല്ലാം ഓഫ് ചെയ്തത്. നിങ്ങൾക്ക് ഏത് ആപ്പാണ് നിങ്ങൾ അധികം ഉപയോഗിക്കാത്ത അത് നോക്കി നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഡേറ്റയും ബാറ്ററി പവറും വളരെയധികം സേവ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട സെറ്റിംഗാണ് നമ്മുടെ സെറ്റിങ്ങിലുള്ള കണക്ഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡേറ്റ യൂസേജ് ഉണ്ടാവും. ഡേറ്റ യൂസേജിൽ ഡേറ്റ സേവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതെല്ലാ ഫോൺസിലും ഉണ്ടാവും. അത് നമ്മൾ ടേൺ ഓൺ ചെയ്യാം. ടേൺ ഓൺ ചെയ്യുമ്പോൾ അത് എഴുതിയിരിക്കുന്നുണ്ടോ, ഡേറ്റ സേവർ ഹെൽപ്സ് കട്ട് ഡൗൺ യുവർ ഡേറ്റ യൂസേജ് ബൈ പ്രിവെൻറ്റിംഗ് ആപ്സ് ഫ്രം യൂസിങ് ഡേറ്റ ഇൻ ദി ബാക്ക്ഗ്രൗണ്ട്. അപ്പം നല്ല രീതിയിൽ നിങ്ങളുടെ ഡേറ്റ എല്ലാ ആപ്പും ഉപയോഗിക്കാതിരിക്കുമ്പോൾ അത് ഡേറ്റ ഉപയോഗിക്കുന്നത് വളരെയധികം കട്ടാക്കാൻ ഈ ഡേറ്റ സേവർ മോഡ് ഓണാക്കി ഇടുന്നത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ഡേറ്റാസ് കട്ടാക്കി ബാറ്ററി പവർ യൂസ് ചെയ്യുന്നതും കട്ടാക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ എയ്റോപ്ലെയിൻ മോഡ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. നമ്മൾ ഫോൺ കുറേ ടൈമിലേക്ക് ഉപയോഗിക്കുന്നേ എങ്കിൽ നമുക്ക് എയ്റോപ്ലെയിൻ മോഡ് ഓണാക്കി കഴിഞ്ഞാൽ എല്ലാവിധ വയർലെസ് ആക്ടിവിറ്റി. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ അർജൻറ്റ് കോൾസും വരികയില്ല. അതുകൊണ്ട് എയ്റോപ്ലെയിൻ മോഡ് ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ ഫുള്ളായിട്ട് ഫോണിൻ്റെ കോൾ നെറ്റ്വർക്ക് ഫുള്ളായി കട്ടായി പോകും. അതുകൊണ്ട് അതും ആവശ്യാനുസരണം ഉപയോഗിക്കുക. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ആപ്പാണ് വാട്സപ്പിൻ്റെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് സെറ്റിങ്ങിൽ പോയി അവിടെ നമ്മുടെ ചാറ്റ് എന്നൊരു ഓപ്ഷനുണ്ട്. ചാറ്റ്സ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അവിടെ ഒരു ഓപ്ഷനുണ്ട് മീഡിയ വിസിബിലിറ്റി. ഇതെപ്പോഴും ഓണായിട്ടാണ് ഡീഫോൾട്ടായിട്ട് കിടക്കുന്നത്. നമ്മളത് ഓഫ് ചെയ്യാതെ ഓഫ് ആവത്തില്ല, നോർമലി തന്നെ ഓണായിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിൽ ഏത് വീഡിയോസ് എന്ത് വന്നു കഴിഞ്ഞാലും ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ആവുകയും നമ്മുടെ ഗാലറിയിലേക്ക് പോയി സേവ് ആവുകയും ചെയ്യും. ഈ ഓപ്ഷൻ നമ്മൾ ഓഫ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന വീഡിയോസോ അല്ലെങ്കിൽ കാര്യങ്ങളോ മാത്രമേ വാട്സപ്പിൽ ഡൗൺലോഡ് ആവുകയും നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ആവുകയും ചെയ്യൂ. അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ ധാരാളം നമുക്ക് നമ്മുടെ ഡേറ്റാസ് സേവ് ചെയ്യാൻ, ബാറ്ററി പവർ സേവ് ചെയ്യാൻ, ഇത് മാത്രമല്ല നമ്മുടെ ഫോണിൻ്റെ സ്പേസ് ഗാലറിയിലേക്ക് വാട്സപ്പിൽ നമ്മൾ ആവശ്യമില്ലാത്ത വീഡിയോസ് എല്ലാം പല ഗ്രൂപ്പുകളിൽ നിന്ന് ഷെയർ ആവുന്നതെല്ലാം നമ്മുടെ ഗാലറിയിൽ വന്ന് സേവ് ആവുകയും നമ്മുടെ ഫോണിൻ്റെ സ്പേസ് പോവാതിരിക്കാനും നല്ലതാണ്. ആവശ്യാനുസരണം ഇതും നമുക്ക് യൂസ് ആക്കാവുന്നതേ ഉള്ളൂ. അടുത്ത ഒരു മെയിൻ സെറ്റിംഗാണ് സെറ്റിങ്ങുള്ള ബാറ്ററി എന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇത് നമ്മൾ കറക്റ്റായിട്ട് നോക്കണം. ഇതിനകത്ത് പവർ സേവിങ് മോഡ് ഓൺ ആക്കണം. പവർ സേവിങ് മോഡ് ഓൺ ആക്കി ഇട്ടാൽ ബാറ്ററി നല്ല രീതിയിൽ പവർ സേവ് ആക്കി തരും. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് യൂസേജ് ലിമിറ്റ് എന്ന് പറഞ്ഞൊരു നമ്മളിപ്പോൾ ഉപയോഗിക്കാത്ത ആപ്പുകൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുട്ട് അൺയൂസ്ഡ് ആപ്പ് ടു സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാത്ത ആപ്പ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമ്മുടെ ബാറ്ററി പവർ യൂസ് ആക്കാതിരിക്കാൻ വേണ്ടി അത് ഓണാക്കി കൊടുക്കുക.
ഇങ്ങനൊരു ഓപ്ഷൻ എല്ലാ ഫോണിലും കാണും. പക്ഷേ ഈ ഓപ്ഷൻസ് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എങ്കിലും നിങ്ങളത് ഫുള്ളായിട്ട് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ബാറ്ററി എന്നൊരു ഓപ്ഷനിൽ. അപ്പോൾ അൺയൂസ്ഡ് ആപ്സ് അവിടെ ക്ലിയറായിട്ട് ചെക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ബാറ്ററി പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, അത് ഓണാക്കി കൊടുക്കുക. ഇവിടെ 2 തരം പ്രൊട്ടക്ഷൻ ഉണ്ട്, ബേസിക്കുമുണ്ട് മാക്സിമം ഉണ്ട്. മാക്സിമം പ്രൊട്ടക്ഷൻ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ബാറ്ററി 80% വരെ ചാർജ് ആവത്തുള്ളൂ. പല ആൾക്കാരും കംപ്ലൈൻറ്റ് ചെയ്യാറുണ്ട്, ഈ മാക്സിമം ഓപ്ഷൻ അവർ ഓണാക്കിയിട്ടിട്ട് അറിയാതെയോ വല്ലോ ഓണാക്കാറുണ്ട്, എന്നിട്ട് 80% വരെ ബാറ്ററി ചാർജ് ആവുന്നുള്ളൂ എന്ന് പറഞ്ഞ് വരാറുണ്ട്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം. ഈ മാക്സിമം ഇട്ടിരിക്കുന്നുണ്ടെങ്കിൽ ബാറ്ററി 80% വരെ ചാർജ് ആവത്തുള്ളൂ, ഫുൾ ചാർജ് ആവില്ല. അത് മാക്സിമം പ്രൊട്ടക്ഷനാണ് ബാറ്ററിയുടെ. ബേസിക് പ്രൊട്ടക്ഷനിൽ 100% ചാർജ് ആവും. മാക്സിമം ഇട്ടിരിക്കുകയാണെങ്കിൽ 80% വരെ ചാർജ് ആവത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴെങ്കിലും നമ്മുടെ 80% മാത്രമേ ബാറ്ററി ചാർജ് ആവുന്നുള്ളൂ എങ്കിൽ ഇവിടെ വന്നിട്ട് ഈ ഓപ്ഷൻ നോക്കുക. അത് മാക്സിമത്തിൽ കിടക്കുകയാണെങ്കിൽ ബേസിക്കിലേക്ക് മാറ്റുക. അപ്പോൾ 100% നിങ്ങൾക്ക് ചാർജ് ഫുൾ ചാർജ് 100% ഫുൾ ചാർജിലേക്ക് പോകും ഫോൺ. അത് ഫോണിൻ്റെ കംപ്ലൈൻ്റ് അല്ല. അപ്പോൾ 80% വരെ ചാർജായി കട്ടാവുന്നതാണ് ഏറ്റവും നല്ല ബാറ്ററിക്ക് പ്രൊട്ടക്ഷൻ ഉള്ളത്. പക്ഷേ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് ബേസിക്ക് തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങൾ വളരെ ക്ലിയറായിട്ട്, അപ്പോൾ ഇതിൽ ഇങ്ങനെയുള്ള ഓപ്ഷൻസിൽ ചില വ്യത്യാസങ്ങൾ ഡിഫറെൻറ്റ് ഫോണിൽ ഡിഫറെൻ്റ് ആയിരിക്കാം. എങ്കിലും നിങ്ങൾ നോക്കുക നിങ്ങളുടെ ഫോണിൽ എന്തൊക്കെ ഓപ്ഷനാണ് തന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് ബാറ്ററി പെർസെൻറ്റേജ്, നമ്മുടെ ഏതൊക്കെ ആപ്സാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തേക്കുന്നത്, അത് ഗ്രാഫ് ഉൾപ്പെടെ കിട്ടും. കണ്ടോ, വാട്സപ്പ് 11. ഇതിനകത്ത് നിങ്ങൾ ഏതെങ്കിലും ആപ്പ് നിങ്ങൾ ഉപയോഗിക്കാത്തത് ബാറ്ററി പവർ എടുത്തിട്ടുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ആദ്യം കാണിച്ച ഓപ്ഷനിൽ അൺയൂസ്ഡ് ആപ്പ് എന്ന് പറഞ്ഞ ആ ഓപ്ഷൻ ഓണാക്കി കഴിയുമ്പോൾ പിന്നെ അത് ഉപയോഗിക്കില്ല. പുട്ട് അൺയൂസ്ഡ് ആപ്പ് ടു സ്ലീപ്പ് ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഏതെങ്കിലും അൺയൂസ്ഡ് ആപ്പ് ബാറ്ററി എടുത്തായിട്ട് ഗ്രാഫിൽ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇത് ഫോൺ വ്യത്യാസം ഉണ്ടെങ്കിലും നിങ്ങളുടെ ഫോണിലെ ഓപ്ഷൻസ് മുഴുവൻ നോക്കുക. ഇതെല്ലാം സെയിം ആണ്.